ഇന്ത്യൻ വെബ് സീരീസുകളെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിന് ഒരു വിസിറ്റിംഗ് കാർഡ് കൊടുത്ത സീരീസാണ് കേരള ക്രൈം ഫയൽസ്. അതിൻ്റെ 2ാം പതിപ്പ് വരുന്നു. അജു വർഗീസും അതിൻ്റെ ഡയറക്ടറായിട്ടുള്ള അഹമ്മദ് കമ്പീറുമാണ് ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. രണ്ടുപേരും ഒരു ഒരു വിജയിച്ചൊരു വേർഷൻ്റെ അതിൻ്റെ 2ാം പതിപ്പിലേക്ക് കടക്കുന്നു. വീണ്ടും മനോജാവുന്നതിൽ എക്സൈറ്റ്മെന്റ് എന്താ? എക്സൈറ്റ്മെന്റ് ഹ്യൂജ് ആണ്. ഈ ഫ്രാഞ്ചൈസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ടു വർക്ക് അണ്ടർ ദിസ് ഡയറക്ടർ, അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. മനോജ് ആവുന്നത് പേഴ്സണലി ഇൻസെക്യൂർ ആയിരുന്നു ആദ്യവും. അത് എപ്പോഴും ഉള്ളൊരു ഇൻസെക്യൂരിറ്റി. ഓരോ ക്യാരക്ടറും നമുക്ക് വരുമ്പോൾ വരുന്നൊരു ഭയം. ചെയ്തൊരു കാര്യം വീണ്ടും ചെയ്യുമ്പം അത് പല എറേഴ്സിലൂടെയൊക്കെയാണ് ആ ക്യാരക്ടർ വന്നേക്കുന്നത്. അന്നത്തെ നമ്മളുടെ പല തെറ്റുകളും അതിന്റെ ഭാഗമാണ് ആ കഥാപാത്രത്തിന്റെ. ചിലപ്പോൾ ഈ 2 വർഷം കഴിയുമ്പോൾ നമ്മൾ ആ തെറ്റുകൾ കറക്റ്റഡ് ആവും. അപ്പൊ അത് മറന്നുപോയല്ലോ. അപ്പൊ അത് എനിക്ക് ഭയങ്കര ഒരു ഫിയർ ഉണ്ടായിരുന്നു. അത് ഞാൻ ത്രൂ ഔട്ട് അഹമ്മദിനോട് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ എഗെയിൻ ദ ട്രസ്റ്റ് ആണല്ലോ മെയിൻ. അത് ബോധർ ചെയ്യണ്ട എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ബോധർ ചെയ്യാൻ നിന്നിട്ടില്ല. അതുപോലെ എനിക്ക് ഫസ്റ്റ് പാർട്ടിൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു സീനുണ്ട്. പെട്ടെന്ന് മനോജന് പോലീസുകാരനോട് ഇരുന്ന് വളരെ കാഷ്വൽ ആയിട്ടുള്ളൊരു സീനാണ്. അത് ഇവരുടെ പാസ്റ്റ് റിലേഷൻഷിപ്പുകളെ പറ്റി സംസാരിച്ചിട്ട് ഞാൻ ഭയങ്കര റോമിയോ അല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ സമയത്ത് അപ്പൊ എനിക്കും ഉണ്ടായിരുന്നു. ഇപ്പൊ അവൻ എന്താ ചെയ്യുന്നതെന്ന് പറയുന്ന ഒരു സെന്റൻസിൽ ആ പോലീസുകാരൻ വരും ആ മുഖത്ത്. അത് കണ്ടപ്പോൾ ചോദിക്കാം അയാളെ തേടി പോകണ്ടെന്ന് പറയുമ്പോൾ തിരിച്ചു വരും ചെയ്യും. ആ മുഖത്ത് പെട്ടെന്ന് മുഖം മാറിയിട്ട് ഭർത്താവ് പെട്ടെന്ന് പോലീസുകാരനാവൻ. ആ സമയത്ത് എന്താ പറഞ്ഞു കൊടുത്തത്? അത് എനിക്ക് തോന്നുന്നത് അത് സീൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അയച്ചേട്ടന്റെ കയ്യിൽ നിന്ന് സാധനം വന്നത്. നമ്മൾ കുറച്ച് ടേക്സ് പോയിട്ടുണ്ട്, പക്ഷെ അത് അങ്ങനെ കിട്ടി. കാരണം ഇതാണ് ഉദ്ദേശിക്കുന്നത്. സീരിയസ് ആയിട്ട് ചോദിച്ചോളാൻ പറയും. അഹമ്മദ് അങ്ങനെ പറയുന്നത്. ബ്രീഫിംഗ് അതായിരിക്കും. ബാക്കിയൊക്കെ ഭയങ്കര കാഷ്വൽ ആയിട്ട് ചെയ്തു. ഇവിടെ ഒന്ന് സീരിയസ് ആയിക്കോളാം. ചേട്ടൻ സ്ഥിരം ഫിലിമിൽ വരാത്ത ഒരു രീതിയിൽ, അതായത് ഇച്ചിരി പിടിച്ചുള്ള രീതിയിൽ ആക്ടിങ് മാറി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആ സാധനം കിട്ടും. അപ്പൊ അതുകൊണ്ട് ത്രൂ ഔട്ട് മീറ്റർ അവിടെ വീട്ടിലാണെങ്കിലും നമുക്ക് ഇച്ചിരി പോലീസിൽ നിന്ന് മാറി ചെയ്യാൻ പറ്റുന്ന സ്ഥലം അതേ ഉള്ളൂ. അപ്പൊ ആ സംസാരത്തില് അങ്ങനെ എന്നോട് അഹമ്മദ് പറഞ്ഞു, ആ ബിഫോർ ഇത് നല്ല കാഷ്വൽ ആയിക്കോളാൻ പറഞ്ഞു. എനിക്ക് ഓർമ്മയുണ്ട്, തനി പഴയ പണ്ടത്തെ സിനിമകളിൽ ചെയ്യുന്ന പോലെ ചെയ്തോ, എന്നിട്ട് ഈ സ്ഥലത്ത് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും ഇവിടെ സീരിയസ് ആയിട്ട് ചോദിച്ചോളൂ. ചേട്ടാ ഇപ്പൊ ഭയങ്കരമായിട്ട് വിറ്റുപോയൊരു ഫോർമുലയാണല്ലോ ഈ ആടി ഇളകുന്ന അജു വർഗീസ്. അപ്പൊ അതിനെ മൊത്തത്തിലൊന്ന് ഒതുക്കണമല്ലോ പോലീസുകാരൻ എന്ന് പറയുമ്പോൾ, അത് നാച്ചുറലി ഇപ്പൊ വരുമോ? ഡിപ്പെൻഡ് ചെയ്യും. അവര് നമ്മൾക്ക് തരുന്ന ടെക്സ്റ്റും എന്നെ ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പൊ ഇളകിയുള്ളൊരു സംഭാഷണം നമുക്ക് ഒതുക്കി എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒതുങ്ങിയുള്ള സംഭാഷണമേ നമുക്ക് അത് പറ്റത്തുള്ളല്ലോ. അത് മാറ്റർ ചെയ്യും. പിന്നെ നമ്മൾ എവിടെയാണോ പ്ലേസ്ഡ് അയക്കുന്നത്, നമ്മളിപ്പോ വളരെ അയാളുടെ ഒരു ബാക്ക് ഡ്രോപ്പ് ഒക്കെ ഇവർ പറയുമ്പം അയാൾക്ക് ഇപ്പൊ മനോജിനെ സംബന്ധിച്ച് മനോജിന്റെ ബാക്ക് ഡ്രോപ്പിൽ റിയൽ ലൈഫ് ക്യാരക്ടറാണ് മനോജ്. ആ CI അദ്ദേഹം ഉണ്ട്. അദ്ദേഹം ഒരു മാഷായിരുന്നു. അപ്പൊ എനിക്ക് ഒറ്റ ബ്രീഫിംഗ് ആയിരുന്നു, ഇതൊരു മാഷാണ്, സോ ഏർപിടുത്തം വേണ്ടാന്ന് ഒറ്റ അടിക്ക് പറഞ്ഞു തന്നു. അപ്പൊ എനിക്ക് പ്ലസ് ആയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് തൊട്ട് മുന്നേ KCF മുന്നേ ഞാൻ ചെയ്തത് സ്ഥാനാർത്ഥിയാണ്. സോ ഞാൻ അവിടെ മാഷായിരുന്നു. അപ്പൊ ഞാൻ അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് യൂണിഫോം അറിയാൻ മതിയായിരുന്നു. അത് പിന്നെ പുള്ളിക്ക് അറിയാം ഈ കറക്ഷൻസ് വേണ്ടതും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒന്ന് സീരിയസ് ആയിക്കോ, അല്ലെങ്കിൽ ഇവിടെ ഒന്ന് സമയമെടുത്തോ, അല്ലെങ്കിൽ ഇവിടെ ഒന്ന് നോട്ടം സസ്റ്റെയിൻ ചെയ്തു എന്നൊക്കെ ഉള്ള കറക്ഷൻസ് അവിടെ തരും. അജു വർഗീസ് ഈ വെബ് സീരീസ് സീനില് അജു വർഗീസിനുള്ളൊരു ഗുഡ് വില്ലുണ്ട്. പേരിലൊരു പ്രീമിയർ ലീഗ് വലിയ വിജയമാണ്. അത് വേറെ തന്നെ ഒരു ഓണറാണ്. ലവ് അണ്ടർ കൺസ്ട്രക്ഷന്റെ പപ്പേട്ടന് ഭീകര ഫാൻ ഫോളോയിങ്ങും ഇഷ്ടവുമാണ് ആളുകൾക്ക്. കരിയർ ബെസ്റ്റ് ആണ് സത്യം പറഞ്ഞാൽ അജു വർഗീസിനെ സംബന്ധിച്ചിടത്തോളം. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. കേരള ക്രൈം ഫയൽസ് ആ ഗുഡ് വില്ലിനെ പറ്റി അവെയർ ആണോ? ഈ അവെയർ ആണോ എന്ന് ചോദിച്ചാൽ അതൊരു ഭയങ്കര ടെൻഷനാണ്. നമുക്കത് ഒരു ലോഡാണ്. ഓടിക്കഴിഞ്ഞാൽ എനിക്കെപ്പോഴും ഉത്തരവാദിത്വം റിലീസ് ചെയ്യും, റെസ്പോൺസിബിലിറ്റി തീർന്നതാണ് എനിക്ക് പേഴ്സണലി. അതുകൊണ്ട് ഞാനത് ക്യാരി ചെയ്യില്ല. ബട്ട് ഐ എം അവെയർ. അതായത് ഹോട്ട്സ്റ്റാറിൽ വന്ന എല്ലാ വേഷങ്ങളും എനിക്ക് എൻ്റെ വന്ന എല്ലാ വെബ് സീരീസും എനിക്ക് പേഴ്സണലി എനിക്ക് ആസ്വദിക്കാവുന്ന വേഷങ്ങളും കൂടെയായി. അതുകൊണ്ടല്ലോ നമുക്ക് നമ്മളുടെയും കൂടെ നമുക്ക് സന്തോഷം തരുന്ന ഒരായി. പക്ഷെ അത് കഴിഞ്ഞ് അതിനെക്കുറിച്ച് ചിന്തയില്ല. മോശം വരുന്നതായിരിക്കും ചിലപ്പോൾ നമ്മൾ പിന്നെയും റീവർക്ക് ചെയ്ത് കറക്റ്റ് ചെയ്യണം, അഭിനയിക്കാൻ അല്ലെങ്കിൽ ഡബിൽ എന്തെങ്കിലും കറക്ഷൻസ് ക്രിട്ടിക്കലി പറഞ്ഞിട്ടുള്ളതാണ് പിന്നെയും നമ്മൾ കാര്യം അതാണല്ലോ നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. കേരള ക്രൈം ഫയൽസ് 1 പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ അയാളൊരു സീരിയൽ കില്ലർ അല്ല.
അയാൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു ക്രിമിനൽ ഇൻസ്റ്റിങ് ഉണ്ടാവും, പക്ഷെ അതിലൊരു ഭയങ്കര ട്വിസ്റ്റ് അല്ല, ഇതിന്റെ ഒരു അന്വേഷണമാണ് ഇതിന്റെ പ്രത്യേകത. പക്ഷെ രണ്ടാം ഭാഗത്തിൽ വരുമ്പോൾ അവിടെ എഴുത്തുകാരനായി ഉള്ളത് ബാഹുൽ രമേശാണ്. അപ്പൊ അവിടെ നമ്മൾ നാച്ചുറലി എല്ലാവരും ട്വിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്, വളരെ ഓർഗാനിക് ആയിട്ടുള്ള ഈ മൈൻഡ് ബെൻഡിങ് ട്വിസ്റ്റുകൾ നമ്മൾ പ്രതീക്ഷിച്ചു പോകുന്നുണ്ട്. കാരണം അതാണ് അദ്ദേഹം ചെയ്തു വെച്ച ബോഡി ഓഫ് വർക്ക് കിഷ്കിന്ധാഖണ്ഡം. അപ്പം ഇവിടേക്ക് വരുമ്പോഴും ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് വണ്ണിനെ പോലെ അല്ലാതെ ഇവിടെ ട്വിസ്റ്റുകൾ ഉണ്ടാവുമെന്ന്. അത് ജസ്റ്റിഫൈ ചെയ്യോ? വണ്ണ് നമ്മൾ ഓൾറെഡി റിയൽ പോലീസ് കേസിൽ നിന്ന് കിട്ടിയത്. അപ്പം ഞാൻ ആകെ നിർബന്ധം പിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സീരിയൽ കില്ലറും ഈ പറഞ്ഞ പോലെ അയാളുടെ ബാക്ക് സ്റ്റോറി, ഈ പരിപാടി എന്തായാലും വേണ്ട, പ്യുവർ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ. പിന്നെ ഈ പറഞ്ഞ പോലെ പോലീസുകാരുടെ ലൈഫിലെ സാധാ അണ്ടർഡോഗ്സ് ആയ പോലീസുകാർ, പിന്നെ അവരുടെ ലൈഫ്, കോമൺ ആൾക്കാരെന്നുള്ള സാധനം, അതായിരുന്നു ഫസ്റ്റിൽ നമ്മൾ ആ ഒരു ഇതിൽ ഉദ്ദേശിച്ചത്. സെക്കൻഡിലേക്ക് ഒരു ബാഹുൽ വരുമ്പം ഞാൻ ആകെ കൊടുത്ത ബ്രീഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ സ്റ്റൈലിലുള്ള ഒരു സാധനം ആകണം. പിന്നെ എനിക്കും വണ്ണി ചെയ്ത് ഒന്നും ഇതിൽ ചെയ്യണ്ട. അപ്പോൾ സെക്കൻഡ് സീസണിൽ പോലീസുകാരുടെ ഫാമിലി എലമെൻസോ പേഴ്സണൽ സാധനങ്ങൾ വളരെ കുറവാണ്, ഇല്ല, അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. സീരിയസ് ആയിട്ട് പ്യുവർലി കേസ് തന്നെയാണ്. പിന്നെ ഫസ്റ്റ് സീസൺ സിംഗിൾ പ്ലോട്ട് ആയിരുന്നല്ലോ, ഷിജു അവിടെ അതിനെ തപ്പുന്നായിരുന്നു. ഇത് സിംഗിൾ പ്ലോട്ട് അല്ല, മൾട്ടിപ്പിൾ ലെയേഴ്സ് ഉണ്ട്. നിങ്ങൾ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ കാര്യത്തിലേക്ക് പോകുന്നുണ്ട്. ട്വിസ്റ്റ് ആണോന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് അറിയത്തില്ല, പക്ഷെ അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബാഹുലിന്റെ ആ സ്റ്റൈൽ ഓഫ് വർക്ക് എന്തായാലും റൈറ്റിംഗ് എന്തായാലും ഇതിനകത്തുണ്ട്. അപ്പം ബാക്കി നോക്കാം. ഞാൻ കേട്ടിട്ടുണ്ട് ട്വിസ്റ്റ് ആയാലല്ലേ കിഷ്കിന്ധാഖണ്ഡം അദ്ദേഹം എഴുതാനെടുക്കുന്ന സമയം 4 ദിവസമാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് ഞാൻ ചോദിച്ചിരുന്നു, അതായത് തേവർമഹൻ എഴുതാൻ വേണ്ടിയിട്ട് കമലഹാസൻ 4 ദിവസം എടുത്തിട്ടുള്ളൂ, കിരീടം എഴുതാൻ വേണ്ടി അദ്ദേഹം 4 ദിവസം എടുത്തിട്ടുള്ളൂ. അപ്പൊ ഇത് എങ്ങനെയാ, 4 ദിവസം കൊണ്ട് എങ്ങനെയാ ഇത് എഴുതുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് അങ്ങനെ എന്റെ മനസ്സിൽ രൂപമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കും, എഴുതുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്ന സമയമാണ്. ക്രൈം ഫയൽസ് എഴുതിയത് 10 ദിവസം കൊണ്ടാണെന്നൊക്കെ അണ്ടർ 10 ഡേയ്സിലാണ് എഴുതിയത്. അതെ, കാരണം വെച്ചാൽ ബാഹുൽ അതായത് അത്യാവശ്യം നന്നായിട്ട് വായിക്കും, സിനിമകൾ കാണും, വേൾഡ് സിനിമകൾ കാണും. പിന്നെ അവൻ കുറച്ചുകൂടെ നമ്മളെപ്പോലെ അതിൻ്റെയൊക്കെ 10 ഇരട്ടി സിനിമ ഭയങ്കര ആഗ്രഹവും ഭയങ്കര ഇതായിട്ടുള്ള ഒരു സിനിമ ഹോളിക് വരുത്തണ്ട. അപ്പോൾ അവൻ്റെ ചിന്ത എങ്ങനെയാണ്. പിന്നെ ഞാൻ സീസൺ 1 കഴിഞ്ഞ ആഷിക്ക് വേറൊരു പേഴ്സണൽ കാര്യത്തിന് മാറിയപ്പോൾ പെട്ടെന്ന് എനിക്ക് ബാഹുലിനെ ചോയ്സ് തന്നെ വന്നു. അപ്പോൾ കിഷ്കിന്ധാഖണ്ഡം ഇറങ്ങിയിട്ട് പോലുമില്ല. അപ്പോൾ ഞാൻ അവനെ വിളിക്കുന്നു, കാര്യം പറയുന്നു. ഞാൻ ആകെ പറഞ്ഞത് നമ്മുടെ ഈ ഫ്രാഞ്ചൈസി ആയതുകൊണ്ട് എനിക്ക് ക്യാരക്ടേഴ്സ് ഇതിനകത്ത് വേണം, ബാക്കി നീ ഫുൾ ഫ്രീഡം എടുക്കുക, എനിക്ക് സ്കെയിലപ്പ് ചെയ്യണം, 1 ചെയ്ത് ഒന്നും ഇതിനകത്ത് വേണ്ട, അങ്ങനത്തെ ഒരു ബ്രീഫ് മാത്രമേ ഞാൻ കൊടുത്തുള്ളൂ. അപ്പോൾ അവൻ ഓക്കെ, ഇങ്ങനെ കുറച്ച് നേരം ആലോചിച്ചിരുന്നിട്ട് പോവാം. ബാക്കിയുള്ള റൈറ്റേഴ്സോ ഫിലിം മേക്കേഴ്സിനെ പോലെ 1 ലൈനോ അതായത് സ്റ്റോറിയുടെ ഒരു ത്രെഡോ അല്ലെങ്കിൽ നമുക്കൊരു സിനോപ്സിസ് അയച്ചു തരലോ ഇതൊന്നുമില്ല. ആള് പോയിട്ട് പിന്നെ കുറച്ച് ദിവസം ഒരു വിവരം കാണത്തില്ല, ഫുൾ സ്ക്രിപ്റ്റ് അയച്ചു തരും. അത് നറേറ്റും ചെയ്യത്തില്ല, നമ്മൾ വായിച്ചോണം. നമ്മൾ ബൗണ്ടായിട്ട് മെയിലിൽ നമ്മുടെ മെയിലിൽ അത് അയച്ചു തരും, നമ്മളത് മൊത്തത്തിൽ വായിച്ചോണം. വായിച്ചിട്ട് പിന്നെയാണ് നമ്മുടെ ഡിസ്കഷൻ തുടങ്ങുന്നത്. അതാണ് അവൻ്റെ ഒരു സ്റ്റൈല്. കാരണം കിഷ്കിന്ധാഖണ്ഡം ഞാൻ കോവിഡ് സമയത്ത് എനിക്ക് അയച്ചു തന്നിട്ടുള്ളത്, ഞങ്ങൾ ഓൾറെഡി ഫ്രണ്ട്സ് ആണ്, സെയിം ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്, കോമൺ ഫ്രണ്ട്സ് എല്ലാം ഉണ്ട്. അപ്പോൾ അന്നും അത് ഞാൻ വായിച്ചു, അതും എനിക്ക് ഫുള്ളായിട്ടാണ്. ഞാൻ ആ സിനിമ അത്രയും വർഷം കഴിഞ്ഞ് ഞാൻ തിയേറ്ററിൽ കണ്ടപ്പം എനിക്കത് ഭയങ്കര ഇതായിരുന്നു. ഞാൻ അന്ന് വായിച്ച സാധനമാണ്. പിന്നെ അവൻ്റെ ഡിസ്ക്രിപ്ഷൻസ് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, നമുക്ക് വിഷ്വൽ ഭയങ്കരമായിട്ട് കിട്ടും. സോ ഇതിനകത്ത് എൻ്റെ ഉദ്ദേശം അവൻ എഴുതിയ സാധനത്തിന് ഒരു 60-70% നീതി പുലർത്തി ഞാൻ എടുത്തു വെക്കണം എന്നുള്ള സാധനമായിരുന്നു എനിക്ക് മെയിനായിട്ട്. ഭയങ്കര ഡിസ്ക്രിപ്റ്റീവ് ആണല്ലോ പുള്ളി, ഭയങ്കര ഡീറ്റെയിൽഡ് ആണ്. അത് പോയി ചെയ്താൽ മതി. അതെ, ക്യാരക്ടർ അതുപോലെ ഇവൻ ഇപ്പം ചെറിയൊരു റോൾ ചെയ്യുന്ന ആളുടെ അടുത്താണെങ്കിലും ബാക്ക് സ്റ്റോറിയും കാര്യങ്ങളും എല്ലാം, കാരണം ഫുൾ ടൈം സെറ്റിലുണ്ടായിരുന്നു, പ്രീ പ്രൊഡക്ഷൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു, ആളൊരു ക്യാമറാമാനും ആണ്. അപ്പം ഇവരുമായിട്ട് ബാക്ക് സ്റ്റോറി പറഞ്ഞു, അവൻ്റെ ലാസ്റ്റ് ഷൂട്ട് നീളുമ്പോൾ ഞാൻ എൻ്റെ പൊന്നളിയെ മതി വിട് എങ്കിലും, കാരണം അവൻ അത്രമാത്രം ഡീറ്റെയിലിങ് കാര്യങ്ങളും. കാരണം അത് മാത്രമല്ല, ഞാൻ ആദ്യമായിട്ടാണ് ഈ 4 പടം ചെയ്തതിൽ കൂടുതലും ഡയറക്ടർ സീറ്റിൽ ഇരിക്കാൻ എനിക്ക് പറ്റിയത് ഇതില്ല. കാരണം ബാക്കി സ്ക്രിപ്റ്റിന്റെ കാര്യത്തിലും ഡയലോഗിലും അവൻ ഇരിക്കുന്നുണ്ടായിരുന്നു ആർട്ടിസ്റ്റുമായിട്ട്. ബാക്കി എല്ലാ എൻ്റെ ഫിലിമിലും ഞാൻ പോവും, ഞാൻ തന്നെ കഥ പറയണം, ഞാൻ തന്നെ ഇവിടെ വരണം, ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇത് ഞാൻ അവൻ അതുപോലെ എല്ലാവരുമായിട്ട് ഇരുന്ന് അവൻ ഡയലോഗ്സ് കാര്യങ്ങളും, കാരണം അവൻ പറയുന്ന വേർഡ്സ് അത് തന്നെ വേണം അവന്. പിന്നെ ത്രില്ലറും ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് വേർഡ്സ് പോലും മാറ്റാൻ സമ്മതിക്കത്തില്ല, അങ്ങനെ പർട്ടിക്കുലറായിട്ട് അത് തന്നെ പറയണം.